ദർ ഈസ് നോ ഗോഡ്, ദൈവമില്ല എന്ന് പ്രൂവ് ചെയ്യപ്പെട്ട് അതിൽ ബോധ്യം ഉണ്ടായിക്കൊണ്ട് നാസ്തികരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല. ഏത് ഇന്റലക്ച്വൽ ഫീൽഡിലും അങ്ങനെ ഒരു അവകാശവാദം പറയുന്ന എത്തീസ്റ്റുകളെ തന്നെ കാണുക കുറവാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ പ്രധാനപ്പെട്ട നാസ്തിക പ്രചാരകനായിട്ടുള്ള സി രവിചന്ദ്രൻ, അദ്ദേഹം തന്നെ ഈ ദൈവാസ്തിത്വം അല്ലെങ്കിൽ ദൈവാസ്തിത്വത്തെ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളോട് അദ്ദേഹം പലപ്പോഴും പ്രതികരിക്കാറുള്ളത് എന്താണ് എത്തീസത്തിനുള്ള റാഷണൽ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് നിരീശ്വരവാദത്തിനുള്ള തെളിവ് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പലയിടത്തും പ്രതികരിക്കുന്നത് തന്നെ അങ്ങനെ ഒന്നില്ല എന്നുള്ള വാദത്തിനെ നമുക്ക് തെളിയിക്കാൻ കഴിയില്ല, ഉണ്ട് എന്ന് വാദിക്കുന്നവർക്ക് തെളിയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തങ്ങളുടെ നിരീശ്വരവാദത്തിന് തെളിയിക്കാൻ കഴിയില്ല. അത് സ്വാഭാവികമായ നിരീശ്വരവാദത്തിൻ്റെ പ്രകൃതത്തിൻ്റെ പരിമിതിയാണ്. പ്രൂവ് ചെയ്യാൻ കഴിയാത്തൊരു ക്ലെയിമാണ് നിരീശ്വരവാദം എന്ന് അദ്ദേഹം പോലും സമ്മതിക്കുന്നുണ്ട് പലയിടത്തും. എന്ന് മാത്രമല്ല, റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെ ഇതിൻ്റെ ഏറ്റവും മാതൃകമായ നവനാസ്തികതയുടെ പ്രധാനപ്പെട്ട പ്രചാരകരും ഇത് സമ്മതിക്കുന്ന ആളുകൾ തന്നെയാണ്. അവരുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി നടന്നിട്ടുള്ള ഒരു ഡയലോഗിനകത്ത് റിച്ചാർഡ് ഡോക്കിൻസിനോട് ഇത് ചോദിക്കുന്നുണ്ട്. സോ അപ്പോൾ അവിടെയും റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നത് ഞാൻ അങ്ങനെ സെർട്ടൈൻ ഒന്നുമല്ല ഈ ഒരു വിഷയത്തിൽ, ദർ ഈസ് നോ ഗോഡ് എന്ന് പറയുന്ന വിഷയത്തിൽ സെർട്ടൈൻ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു വിഷയത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വേറെ കുറേ റീസൺസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ നിരീശ്വരവാദത്തിൻ്റെ സ്വാഭാവിക ന്യായങ്ങൾ, ദുർബലമായിട്ടുള്ള കുറേ ന്യായങ്ങളോട് കടക്കാൻ അദ്ദേഹം ചെയ്യുന്നത്.